ഇന്ന് നെയ്ഹേൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതാ എല്ലാവരും സർപ്രൈസായിട്ട് വന്നതാണ്. നെയ്ഹുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ, ജന്നയും കെൻസയും. അപ്പം അവർ വന്നപാട് തന്നെ നെയ്ഹുവിനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അവളെ ചെറുതായിട്ടൊന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അവളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അവൾ അറിയാണ്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പം നല്ല ഉറക്കത്തിലായിരുന്നു. ഉറങ്ങി എണീച്ച് കഴിയുമ്പോഴേക്കാണ് ഈ ഡെക്കറേഷനും എല്ലാവരും അവൾ കാണുന്നത് തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക കെട്ടിയോന്മാർക്ക് ചെറിയൊരു പ്രാങ്ക് വീഡിയോ കൊടുത്തായിരുന്നു കേട്ടോ, ടീഷർട്ടിൻ്റെ. അത് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ എല്ലാവരും വന്നതിന് ശേഷം ഞാൻ കിച്ചണിൽ സലാഡിനൊക്കെ പൈനാപ്പിളും കക്കിരിയും ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. കാരണം നമ്മൾ മന്തി ഓർഡർ ആക്കിയിട്ടേ ഉണ്ടായിരുന്നേ. ഇതിൻ്റെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം കേട്ടോ. ലാസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്യലാണ്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നെയ്ഹുവിന് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കലാണ്. ഇത് എൻ്റെ കസിൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവൾ കസ്റ്റമൈസ് ആയിട്ട് കേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ പറയുന്ന തീമിൽ അവൾ കേക്ക് ചെയ്ത് തരും. നെയ്ഹു ഭയങ്കര കൊച്ചു ടി വി ഹൈഡി ഫാനാണ് കേട്ടോ. അങ്ങനെ അത് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാനായി ഒരു തീം പറഞ്ഞതാണ്. ഫ്രഷ് ആൻഡ് ടേസ്റ്റി എന്നാണ് കേട്ടോ അവളെ പേജിൻ്റെ പേര്. ആള് ചപ്പാരപ്പടവാണ്. അങ്ങനെ നെയ്ഹയ്ക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവർക്കൊക്കെ കൂടി കോഴിക്കോട് പോരും ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒന്നിച്ച് ഇടാനുള്ള ഒരു പാർട്ടിയും കൂടി ആയിട്ടാണ് നമ്മൾ ബർത്ത്ഡേ തന്നെ ആക്കിയിട്ടുണ്ടായിന്. അത് അവരെ കൊണ്ട് എല്ലാവരെ കൊണ്ട് നമുക്ക് ഇടിക്കണമല്ലോ, അതിന് എന്തെങ്കിലും ഒരു പാർട്ടി വേണമല്ലോ. അതിന് അപ്പോഴേക്കാണ് നെയ്ഹുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടായേ. അങ്ങനെ പിന്നെ നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടാണ്. അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റാക്കി എടുക്കലാണ്. പൊറോട്ടയും ബീഫും മന്തിയും എന്നിട്ട് ഉണ്ടായിന്. അങ്ങനെ ആണുങ്ങളൊക്കെ ആദ്യം വേഗം ഇരുന്ന് ഫുഡ് കഴിക്കലാണ് കേട്ടോ. മന്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റൂല. അടിപൊളി മന്തിയായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഇതാ അവരൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിന്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ ഫുഡ് കഴിക്കുന്നതൊന്നും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ന് എൻ്റെയും കൂടി ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇവരെനിക്ക് ഇങ്ങനൊരു സർപ്രൈസ് വീഡിയോ തരുമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമായിപ്പോയി. ഞാൻ കരഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോവാനായി എന്നുള്ള ഒരു ടൈമിലായിരുന്നു. പകുതി ആൾക്കാരും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ഇവർ കേക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ എൻ്റെ കേക്കും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേ. നെയ്ഹു ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കട്ടിങ്ങിലും അവരൊരു പ്രാങ്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർ മറ്റേ കേക്കിൻ്റെ ടിന്നിൻ്റെ മേലെയാണ് ക്രീമൊക്കെ സെറ്റ് ചെയ്ത് കേക്ക് പോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയും കട്ട് ചെയ്യുമ്പോൾ എനിക്കത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഇതാ പിന്നെയും സർപ്രൈസ് ആയിരുന്നു. അത് എടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അവരെനിക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കോഴിക്കോട് പോയപ്പം കണ്ണൂർ സ്റ്റുഡിയോ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വരുമ്പം. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ചെരുപ്പ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നെ എങ്ങനെയും അത് വാങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പറ്റൂല, അത് സ്ലിപ്പായി പോകുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവരെന്നെ അത് വാങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് അവരത് ഗിഫ്റ്റായിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിലും ആകെ ഷോക്കായി പോയിട്ടാ. ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഇതാണ്, നമ്മുടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ടീമില്ലേ, അങ്ങനെ ഒരു ടീമിനെ കിട്ടാനും നമ്മൾ ഒരുപാട് ഭാഗ്യം ചെയ്യണം. കാരണം നമ്മൾ അങ്ങനെയാണ് കേട്ടോ, നമ്മളെല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. അങ്ങനെ പിന്നെ ഗിഫ്റ്റ് ഞാൻ പൊട്ടിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ ജസ്റ്റ് എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാഷാഅല്ലാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കേക്കിൻ്റെ ക്രീം കൊണ്ടൊരു കളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ക്രീമിൽ കുളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും വാരി മുഖത്തൊക്കെ തേച്ചിട്ട്. അതിനിടയ്ക്ക് നൂറിനും ആരോ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. നൂറിൻ്റെ മുഖത്തും ആരോ ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴുകലും വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു രണ്ടാളുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു കളി നിങ്ങൾ നോക്കിയേ, ഭയങ്കരമായിരുന്നു കേട്ടോ. ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടുള്ള കളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.